ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാട്ടി പറഞ്ഞു നിർത്തുന്നത് വൈഗൈ ഡാം വരെ ആയിരുന്നില്ലേ? അതിനുശേഷം വൈഗൈ ഡാമിന് താഴെക്കണ്ട ആ പാർക്കിൽ പോയിട്ട് ആ പാർക്കിൻ്റെ പേര് ഓർമ്മയില്ല. അടിപൊളിയാണ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ കുറേ നമുക്ക് നടക്കാൻ പറ്റും. അതുപോലെ കുറേ പൂക്കൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അവിടെ. മസ്റ്റായിട്ട് വൈഗൈ ഡാമിൽ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ആ പാർക്കും കൂടെ പോവുക കേട്ടോ. അതുപോലെ വൈകിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഉച്ചയ്ക്ക് പോയാൽ ഭയങ്കര വെയിലായിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് നമ്മളൊരു മാങ്ങയും വാട്ടർ മെലണും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്ന വഴിക്ക്. അതിനുശേഷം നമ്മളിനി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടൈക്കനാലാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടൈക്കനാൽ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നമുക്ക് ചെക്കിങ് ഉണ്ടാവും. അതായത് നമ്മുടെ ഇ പാസ് എടുത്തിട്ടുണ്ടാവണം. നമ്മൾ സ്വകാര്യ ബസ്സോ സ്വകാര്യ വാഹനങ്ങളാണ് പോകുന്നതെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഇ പാസ് എടുത്തിട്ടുണ്ടാവണം. അതേപോലെ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർ പിടിച്ച് വെക്കും. അപ്പം പോകുന്നവരാണെങ്കിൽ മിനറൽ വാട്ടറോ കാര്യങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കുക. അതിനുശേഷം ഈ കവറ്, അതായത് ഈ ഫ്രൂട്ട്സ് വാങ്ങിച്ചേക്കുന്ന കവർ അവിടെ അപ്രൂവ് ആണ്. നമ്മൾ അകത്ത് കയറിയിട്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ 5 ലിറ്ററിൻ്റെ വെള്ളവും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് കുഴപ്പമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.